ഹായ്, നമുക്ക് ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ ടെസ്റ്റിനകത്ത് ഒരു മെയിൻ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് dy by dx if sin square x plus cos square y is equal to 1. നോക്കാം. sin square x plus cos square y is equal to 1 നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു x. അപ്പം d by dx ഓഫ് sin square x plus cos square y is equal to d by dx of 1. Okay. അപ്പം d by dx of sin square x plus d by dx of cos square y is equal to d by dx of 1 0. Derivative of any constant 0. ഇത് x raised to n എന്നുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ അത് d by dx of x raised to n x raised to n minus 1 into മാറ്റമുള്ള ഡെറിവേറ്റീവ് d by dx of sin x. കാരണം നമുക്ക് d by dx of x raised to n എന്നാണെങ്കിലാണ് n x raised to n minus 1 എഴുതാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ x ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു x ആയിരിക്കണം. ഇവിടെ പക്ഷെ sin square x ആണ്. അപ്പൊ sin square x എന്ന് പറയുമ്പോൾ sin x the whole square ആണ്. x raised to n x raised to n minus 1 എഴുതാം. പക്ഷെ x ന് പകരം വന്നിരിക്കുന്ന ടേമിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസ് ഇവിടെ d by dx of cos square y എന്ന് പറയുമ്പോൾ cos y the whole square എന്നാണ്. x raised to n x raised to n minus 1 into d by dx of cos y മാറ്റമുള്ള ഡെറിവേറ്റീവ് is equal to 0. x raised to n x raised to n minus 1 into x ന്റെ മാറ്റമുള്ള ഡെറിവേറ്റീവ് 2 sin x into 2 minus 1 1 sin x raised to 1 sin x into d by dx of sin x cos x plus 2 into cos y raised to 2 minus 1 എന്ന് പറയുമ്പോൾ cos y തന്നെ into പക്ഷേ d by dx of cos y കണ്ടോ y x കൊണ്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ d by dx of cos y എന്ന് പറഞ്ഞാൽ മൈനസ് sin y into dy by dx. കാരണം എന്താണ്? d by dx of cos x ആണെങ്കിൽ മൈനസ് sin x ആണ്. d by dx of cos y ആണെങ്കിൽ മൈനസ് sin y into y യുടെ മാറ്റമുള്ള ഡെറിവേറ്റീവ് dy by dx. അപ്പൊ ഇത് ഒന്നുകൂടെ ശരിക്കും എഴുതുമ്പോൾ 2 sin x into cos x plus into minus 2 sin y into cos y into dy by dx. ഇത് 2 sin x cos x sin 2x ആണ്. കാരണം 2 sin a cos a 2 sin a cos a എന്ന് പറഞ്ഞാൽ sin 2a. അപ്പൊ 2 sin x cos x sin 2x 2 sin y cos y sin 2y dy by dx is equal to 0. Okay. നമുക്ക് dy by dx ആണ് കണ്ടുപിടിക്കേണ്ടത്. sin 2x is equal to ഇത് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ sin 2y dy by dx. ഇത് റൈറ്റ് സൈഡ് ആകുമ്പോൾ പോസിറ്റീവ് ആയി. അതിൽ നിന്ന് നമ്മൾ dy by dx കണ്ടുപിടിക്കുന്നു. dy by dx is equal to sin 2x by sin 2y. sin 2x by sin 2y. ഓക്കെ. അടുത്തായിട്ടൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് dy by dx if y plus sin y is equal to cos x. നോക്കാം. y plus sin y is equal to cos x. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു x. അപ്പം d by dx of y plus sin y is equal to d by dx of cos x. അല്ലേ? അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. അതിൽ ഓപ്പറേറ്റർ അകത്തോട്ട് ചെയ്യുവാണ്. d by dx of y plus d by dx of sin y is equal to d by dx of cos x. അത് അങ്ങനെ തന്നെ എഴുതിയിരിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. ഒരേ ലൈൻ ഒറ്റ ലൈനിൽ തന്നെ ഫസ്റ്റ് ലൈനിൽ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. d by dx of y എന്ന് പറഞ്ഞാൽ dy by dx പ്ലസ് d by dx of sin y എന്ന് പറഞ്ഞാൽ cos y into dy by dx. കാരണം നമുക്ക് sin x ആണ്. d by dx of sin x ആണെങ്കിൽ cos x എഴുതിയാൽ മതി. sin y ആയതുകൊണ്ട് cos y എന്നല്ല, പക്ഷെ x ന് വരെ ഇവിടെ വന്നിരിക്കുന്ന y. അപ്പൊ into d by dx of y is equal to d by dx of cos x minus sin x. പക്ഷെ രണ്ടിടത്ത് dy by dx ഉണ്ട്. dy by dx കോമൺ എടുത്തു. 1 plus cos y is equal to minus sin x.
അപ്പോൾ dy by dx is equal to minus sin x by 1 plus cos x. മൈനസ് സൈൻ എക്സ് ബൈ 1 പ്ലസ് കോസ്. ഇപ്പൊ ഓർത്തോണം. അപ്പൊ നമ്മളിപ്പം ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്നാണെങ്കിൽ കോസ് എക്സ് എന്നേ വരത്തുള്ളൂ. പക്ഷെ ഡി ബൈ ഡി എക്സ് ഇതാണ് നമ്മുടെ ഇക്വേഷൻ. പ്ലസ് വൺ നമ്മൾ ചെയിൻ റൂൾ മെത്തേഡ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ചെയ്തതാണ്. ഇപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ വൈ എന്നാണ് വരുന്നതെങ്കിൽ നമുക്ക് കോസ് വൈ എന്ന് എഴുതാം. പക്ഷെ എക്സ് എന്നുള്ളതിന് പകരം ഇവിടെ വന്നിരിക്കുന്ന വൈ ആണ്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡി ബൈ ഡി എക്സ് ഓഫ് വൈ, ഡി ബൈ ഡി എക്സ് ഓഫ് വൈ എന്ന് പറയുന്ന ഡി വൈ ബൈ ഡി എക്സ്. അങ്ങനെയാണ് ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് വന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. ഇത് ടെസ്റ്റിനകത്തില്ല, പക്ഷെ ആനുവൽ എക്സാമിന് ചോദിച്ചതാണ്. ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇഫ് റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ ഇസ് ഈക്വൽ ടു റൂട്ട് എ. നോക്കാം, റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ ഇസ് ഈക്വൽ ടു റൂട്ട് എ. അപ്പോൾ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എ. ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് വൈ ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എ. എ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മൾ മിക്കവാറും ഇതിനെ 1/2 റൂട്ട് എന്നൊക്കെ എഴുതി വെക്കും. കാരണം ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് ഇക്വേഷൻ. പക്ഷെ അത് ഡി ബൈ ഡി എ ഓഫ് റൂട്ട് എ എന്നാണെങ്കിൽ 1/2 റൂട്ട് എന്ന് വരാം. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താലോ വൈ കൊണ്ട് ഡി ബൈ ഡി വൈ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ എക്സ് കൊണ്ടോ വൈ കൊണ്ടോ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സും വൈയും രണ്ട് ടേം മാത്രമേ ഡിറൈവബിൾ ഫംഗ്ഷൻ ആയിട്ട് എടുക്കത്തുള്ളൂ. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ എക്സും വൈയും ഡെറിവേബിൾ ഫംഗ്ഷൻ ആണ്. പക്ഷെ എ ഒരിക്കലും ഡെറിവേബിൾ ഫംഗ്ഷൻ അല്ല, എക്സും വൈയും അല്ല വന്നത്. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് എനി കോൺസ്റ്റന്റ് 0 എന്നാണ്. ഇപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ 1/2 റൂട്ട് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് വൈ എന്ന് പറയുമ്പോൾ 1/2 റൂട്ട് വൈ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു 0. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ്. ഇപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് വൈ എന്ന് പറഞ്ഞാൽ 1/2 റൂട്ട് വൈ എന്ന് എഴുതാം. പക്ഷെ വൈയുടെ മാറ്റവും ഡെറിവേറ്റീവ്. കാരണം നമ്മൾ നേരത്തെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ 1/2 റൂട്ട് സൈൻ എക്സ് എന്ന് എഴുതാം. പക്ഷെ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ന് എഴുതിയിരിക്കണം. കാരണം എക്സ് എന്നേ ഉള്ള ഇക്വേഷൻ. ഇവിടെ ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എന്നേ ഉള്ള ഇക്വേഷൻ. അപ്പൊ ആ എക്സിന് പകരം വന്നിരിക്കുന്ന സൈൻ എക്സ് ആണ്. അപ്പൊ അതുപോലെ ഇവിടെ റൂട്ട് വൈയെ 1/2 റൂട്ട് വൈ എന്ന് എഴുതാം. പക്ഷെ എക്സിന് പകരം വന്നിരിക്കുന്ന വൈ ആണ്. അപ്പൊ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് വൈ. അപ്പൊ നമുക്ക് 1/2 റൂട്ട് വൈ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു, ഇത് റൈറ്റ് സൈഡിലാക്കി, മൈനസ് 1/2 റൂട്ട് എക്സ്. ഡി ബൈ ബൈ ഡി എക്സ് ഉള്ള ടൈം കണ്ടുപിടിക്കണം. അതാണ് ഇവിടെ വേണ്ടത്. ബാക്കി ടൈം റൈറ്റ് സൈഡിലാക്കി. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 2 ഡിനോമിനേറ്റർ കണ്ടോ ക്യാൻസൽ ആക്കാം. ഇനി എളുപ്പം ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് 1/റൂട്ട് എക്സ് ബൈ 1/റൂട്ട് വൈ എന്ന് എഴുതി റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. പക്ഷെ അതിനേക്കാൾ എളുപ്പം റൂട്ട് വൈ ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ മതി. ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് അവിടെ ഈ റൂട്ട് വൈ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. റൂട്ട് വൈ ബൈ റൂട്ട് എക്സ് ഡിനോമിനേറ്റർ തന്നെ ഉണ്ട് കണ്ടോ, മൈനസ് റൂട്ട് വൈ ബൈ റൂട്ട് എക്സ്. അതാണ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഇഫ് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഇസ് ഈക്വൽ ടു 3ax. അപ്പൊ നമ്മൾ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് 3axy അല്ലെ. അപ്പൊ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ക്യൂബ് ഈസ് ഈക്വൽ ടു, ഇവിടെ എക്സ് കൊണ്ട് ചെയ്യുമ്പോഴും വൈ കൊണ്ട് ചെയ്യുമ്പോഴും എക്സ് ആൻഡ് വൈ ആർ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ. ഡി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ അപ്ലൈ ചെയ്താലും ഡി ബൈ ഡി വൈ എന്ന് പറയുന്ന ഓപ്പറേറ്റർ അപ്ലൈ ചെയ്താലും എക്സും വൈയും ഡെറിവേറ്റീവ് ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ 3 കോൺസ്റ്റന്റ് ആണ്, എ കോൺസ്റ്റന്റ് ആണ്. ഇപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് വൈ അത് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർത്തോണം. 3 കോൺസ്റ്റന്റ് എക്സും വൈ ഒഴിച്ച് ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആണ്. ഇപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് nx റൈസ് ടു n മൈനസ് 1. ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ക്യൂബ് nx റൈസ് ടു n മൈനസ് 3y റൈസ് ടു 3 മൈനസ് 1 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. വൈയുടെ മാറ്റം ഡെറിവേറ്റീവ് ഇസ് ഈക്വൽ ടു 3a കഴിഞ്ഞിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക. കാരണം രണ്ടും എക്സും വൈയും ഡെറിവേറ്റീവ് ഫംഗ്ഷൻ ആണ്. കാരണം ഇൻറ്റു ആണ് കിടക്കുന്നത്. പ്രോഡക്റ്റ് റൂൾ ഫസ്റ്റ് എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സെക്കൻഡ് എ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. 3x സ്ക്വയർ പ്ലസ്
3y square dy by dx is equal to 3a into x into dy by dx plus y. കാരണം d by dx of x 1 ആണ്. d by dx of x എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പം നമ്മൾ 3x square plus 3y square dy by dx is equal to ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം 3ax dy by dx plus 3ay k into a plus b k a plus k dy by dx ഉള്ള ടേം ലെഫ്റ്റ് സൈഡിൽ 3y square dy by dx minus 3ax dy by dx ഇത് dy by dx ഉള്ള ടേം ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക dy by dx ഇല്ലാത്ത ടേം റൈറ്റ് സൈഡിൽ ഇത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി മൈനസ് 3x നമുക്ക് dy by dx കോമൺ ആയിട്ട് എടുക്കാം dy by dx രണ്ടിടത്തും ലെഫ്റ്റ് സൈഡിൽ കോമൺ ആയിട്ട് എടുക്കാം dy by dx കോമൺ ആയിട്ട് എടുത്തു ബാക്കി 3y square minus 3ax is equal to 3ay minus 3x square. അപ്പോൾ dy by dx is equal to 3ay minus 3x square by 3y square minus 3x. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം വേണേ 3 കോമൺ ആയിട്ട് എടുക്കാം ന്യൂമറേറ്ററിൽ ay minus x square by 3 into y square minus ax 3 ക്യാൻസൽ ചെയ്യാം ബാക്കി ay minus x square by y square minus